ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തികയുടെ ആള് ആതിരയെ പിന്നിൽ നിന്നും കുത്താൻ ശ്രമിക്കുമ്പോൾ അയാളെ തട്ടിമാറ്റിക്കൊണ്ട് ആതിര താഴേക്ക് ഓടുകയാണ്. ഇത് കാണുന്ന അവന്തിക ആതിരയുടെ പിന്നാലെ ചെല്ലുമ്പോഴേക്കും പടികളിൽ കാല് തെറ്റി അവന്തിക വയറിടിച്ച് താഴെ വീഴുകയാണ്. അവന്തികയുടെ കരച്ചിൽ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് അനഘയും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. അതിനുശേഷം മീരയും എല്ലാവരും ചേർന്ന് അവന്തികയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ICUവിലാണ് സേതുമാധവൻ. സേതുമാധവൻ ഇതുവരെ ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അതേസമയം മീര നന്ദനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. തന്റെ കുഞ്ഞിന്റെ കാര്യമോർത്ത് വിഷമത്തോടെ കിടക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ഇത് കാണുന്ന അനഘ പറയുകയാണ്, കഴിഞ്ഞത് കഴിഞ്ഞു ചേച്ചി, ഇനി കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചോർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. എനിക്കറിയാം കുഞ്ഞ് നന്ദേട്ടന്റെ ആണെങ്കിലും ചേച്ചി ആ കുഞ്ഞിനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നെന്ന്. അതുകൊണ്ടാ ചേച്ചിക്കിപ്പോ ഇത്രയും വിഷമം. എന്റെ ചേച്ചി ഇത്രയും വിഷമിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ചേച്ചിയുടെ കണ്ണുനീരൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ചേച്ചി ഇപ്പോ പകയെല്ലാം മറന്നെന്നാ. അങ്ങനെയാണെങ്കിൽ ഉള്ളതെല്ലാം കൊണ്ടുപോയി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഈ നാട് വിട്ട് അവന്തിക എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലേ അത് മരിച്ചു കിടക്കുന്ന സേതുമാധവന്റെ നെഞ്ചിൽ ചവിട്ടിയായിരിക്കുമെന്ന് അവന്തിക പറയുന്നു. ഇപ്പോ എനിക്കുണ്ടായ ദുരന്തത്തെ ഞാൻ മനഃപൂർവ്വം മറക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ പകയെക്കുറിച്ചുമൊക്കെ ഞാൻ മറന്നു പോകും. എന്റെ ധൈര്യം ചോർന്നു പോവുകയും ചെയ്യും. അതേസമയം അർച്ചനയും നന്ദനും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവന്തിക പറയുകയാണ്, നീ ഒന്നും പറയണ്ട, എനിക്കറിയാം കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുന്ന എന്നെ പരിഹസിക്കാനാണ് നീയും ഇയാളും കൂടി വന്നിരിക്കുന്നതെന്ന്. ഇപ്പോ നിങ്ങളുടെ സംശയമൊക്കെ മാറിയില്ലേ ഞാൻ ഗർഭിണിയായിരുന്നോ അല്ലയോ എന്നുള്ളത്? ഏട്ടതി, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നമ്മൾ പലപ്പോഴും സംസാരിച്ച് അവസാനിക്കുന്നത് ഒരു വഴക്കിലുമാണ്. പക്ഷേ ഒരിക്കൽ പോലും ഏട്ടത്തിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. നിർത്തടി, ഇനിയും എന്തെങ്കിലും പറയുകയാണെങ്കിലേ നിന്റെ കരണമടിച്ച് ഞാൻ പൊളിക്കും. നീ അങ്ങനെയൊന്നും ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ നിന്റെ അനിയത്തി ആതിര എന്നെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ട് എന്റെ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞത്. പിന്നെ ഇത് എന്റെയും ഈ നിൽക്കുന്ന മനുഷ്യന്റെയും വിധിയാണെന്ന് കരുതിയാ ഞാൻ സമാധാനിക്കുന്നത്. ചുമ്മാതല്ലടി നിനക്കൊന്നും ഒരു കുഞ്ഞുണ്ടാകാത്തത്. തുടർന്ന് അർച്ചനയും വിളിച്ചുകൊണ്ട് നന്ദൻ അവിടെ നിന്ന് പോവുകയാണ്. നീ പറഞ്ഞതിന് മറുപടിയൊന്നും തരാൻ അറിയാത്തതുകൊണ്ടല്ല, നിനക്കില്ലാത്തൊരു സാധനം ഞങ്ങൾക്കുണ്ട്, മാന്യത, അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അർച്ചനയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് സേതുമാധവന് ബോധം വരുന്നതാണ്. എന്റെ മക്കള് വല്ലാതങ്ങ് പേടിച്ചല്ലേ എന്ന് സേതു ചോദിക്കുന്നു. ഒരു ദിവസമെങ്കിലും എന്റെ പേരക്കുട്ടികളുടെ കൂടെ കഴിഞ്ഞിട്ടേ ഈശ്വരൻ എന്നെ മുകളിലേക്ക് വിളിക്കൂ. അതേസമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. 2-3 ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി കിട്ടാനുണ്ട്, എന്നിട്ട് വീട്ടിലേക്ക് എപ്പോൾ പോകാൻ പറ്റുമെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ സേതു പറയുകയാണ്, നന്ദനും സന്ദീപും വീട്ടിലേക്ക് പോക്കോ. അവന്തികയും ആതിരയും ടെൻഷനോടെ ഇരിക്കുകയായിരിക്കും. ഈ സമയത്ത് കൂടുതൽ ടെൻഷനൊന്നും നമ്മളായിട്ട് രണ്ടുപേർക്കും കൊടുക്കരുത്. എനിക്ക് ഇന്നലെ രാത്രി വയ്യാതായപ്പോ അവന്തികയാകും കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ടാവുക. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അച്ഛൻ വിഷമിക്കരുത്, ഈയൊരവസ്ഥയിൽ അച്ഛനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതെപ്പോഴായാലും അച്ഛനോട് പറഞ്ഞില്ലേ പറ്റൂ. എന്താണെങ്കിലും മോള് കാര്യം പറയാൻ. സേതു പറയുമ്പോ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇന്നലെ രാത്രി അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം അവന്തികേട്ടത്തി സ്റ്റെപ്പിൽ നിന്നും വീണ് അബോഷനായി. അച്ഛനിൽ നിന്നും ഇതൊന്നും മറച്ചു വെക്കണ്ടെന്ന് കരുതിയാ ഞാനിപ്പോ പറഞ്ഞത്. ഇത് കേൾക്കുന്ന സേതു പൊട്ടിക്കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് സേതുവിനെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഈ വീട്ടിൽ നടന്ന ദുരന്തത്തെക്കുറിച്ചോർത്ത് എനിക്ക് ഒരു സമാധാനവുമില്ലെന്ന് സേതു പറയുമ്പോൾ സന്ദീപും നന്ദനുമൊക്കെ ചേർന്ന് സേതുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇറങ്ങുമ്പോൾ അർച്ചന സേതുവിനോട് ചോദിക്കുകയാണ്, അച്ഛാ, അന്ന് രാത്രി എന്താ ശരിക്കും ഉണ്ടായത്? അത് പിന്നെ മോളെ, അന്ന് മാഷും കമലയും എല്ലാം പോയതിനു ശേഷം ഞാൻ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ സ്നേഹമോള് വന്നിരുന്നു. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്തിക മോള് ഇൻസുലിൻ എടുക്കാനായി വന്നു. ഇൻസുലിൻ എടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ ശരീരമാകെ തളർന്നു പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ആഘോഷങ്ങളുടെ ഇടയ്ക്കെല്ലാം ഞാൻ അല്പം മധുരം കഴിച്ചായിരുന്നു. അതിൻ്റെ കൂടെ ഇൻസുലിനും കൂടെ എടുത്തപ്പോൾ ബോഡി തിരിച്ചു പ്രതികരിച്ചതായിരിക്കും. പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആതിരയാണ്. മീര ചെന്ന് ആതിരയോട് പറയുകയാണ്, നീ അവളെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടെന്നാ ആ അവന്തിക എല്ലാവരോടും പറയുന്നത്. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ആതിര പൊട്ടിക്കരയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന അന്ന് രാത്രി എന്താ ഉണ്ടായതെന്ന് ആതിരയോട് ചോദിക്കുകയാണ്. അത് പിന്നെ ചേച്ചി, നിങ്ങളെല്ലാവരും പോയതിനു ശേഷം ഞാൻ ഈ മുറിയിലേക്ക് വന്നിരുന്നു. അപ്പോൾ കർട്ടന്റെ പുറകിൽ നിന്നും ഒരാൾ വന്ന് എന്നെ കുത്താൻ ശ്രമിച്ചു.
പെട്ടെന്ന് ഞാൻ അയാളെ തള്ളിമാറ്റി താഴേക്കിറങ്ങി ഓടിയതാ. ഇതൊക്കെ കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.